ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? ശുചീകരണ പ്രവർത്തനത്തിൽ പൊന്നാനി നഗരസഭ കടുത്ത അലംഭാവം കാണിക്കുന്നതായി മുസ്ലിം ലീഗ് ആരോപണം. പൊന്നാനി നഗരസഭ ശുചീകരണ പ്രവർത്തനത്തിൽ ഏറെ പിറകിലാണെന്നും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായി ഇടപെടാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പൊന്നാനി നഗരസഭയിൽ 51 വാർഡുകളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയത്ത് പോലും നാമമാത്രമായ ശുചീകരണ ജീവനക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലുള്ള ശുചീകരണ ജീവനക്കാരിൽ തന്നെ 10ഓളം പേരെ മറ്റു മേഖലയിലേക്ക് നിയമിച്ചതിനാൽ ശുചീകരണ പ്രവർത്തനത്തിന് ആളുകളുടെ കുറവ് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം കാണണമെന്നുമായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനത്തിലെ പാളിച്ചകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പൊ എത്രത്തോളം അതിന്റെ ഗൗരവം നിലനിൽക്കുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. ശുചീകരണ ജീവനക്കാർ പൊന്നാനിൽ ആകെ 19 പേരാണുള്ളത്. സ്ഥിര ജീവനക്കാർ താൽക്കാലികം ഉൾപ്പെടെ 45ഓളം പേരാണ് നിലവിൽ ശുചീകരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പോലും 10ഓളം സ്ഥിരം ജീവനക്കാരെ നഗരസഭ മറ്റു മേഖലയിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. 5ഓളം ഡ്രൈവർമാർ ഈ ശുചീകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. അവിടെ പ്യൂണിന്റെ ജോലി ചെയ്യേണ്ട ഓഫീസ് ഫയലുകൾ പരിശോധിക്കാൻ പോലും 2 പേരെ ഈ മേഖലയിലുള്ളവരെയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ വാച്ച്മാൻമാരായിട്ട് പല ഭാഗങ്ങളിലും നിശ്ചയിച്ചിരുന്നത് ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടവരാണ്. അല്ലെങ്കിൽ തന്നെ ആളുകളുടെ എണ്ണത്തിൽ കുറവാണ്. 10ഓളം പേർ ജോലി ഇപ്പം നിലവിലില്ല, റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഈ സാഹചര്യത്തിൽ ആരോഗ്യ മേഖല വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. പൊന്നാനിൽ 51 വാർഡിൽ നഗരസഭയിൽ താൽക്കാലിക നഗരസഭാ ശുചീകരണ ജീവനക്കാർ വെറും 20 പേരും 25 പേരും മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിന് പരിഹാരം കാണണം. വാർഡ് തലങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുന്നു എന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, യോഗങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം വെറും പ്രഖ്യാപനത്തിലും വാർത്താ സമ്മേളനത്തിലും മാത്രം നഗരസഭ ഒതുക്കുകയാണ്. വാർഡ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയും ഉദ്ഘാടനം നടന്നു എന്നല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊന്നും കാര്യക്ഷമമായി നടത്തുന്നില്ല. കഴിഞ്ഞ തവണ നടത്തിയതിന്റെ പ്രവർത്തനത്തിന്റെ ഫണ്ട് പോലും ഇന്ന് വരെ കൊടുക്കാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. മഴക്കാലം വന്നെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങൾ, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയുള്ള രോഗങ്ങൾ പൊന്നാനിയെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. പുതിയ പുതിയ സാംക്രമിക രോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആവശ്യത്തിന് ശുചീകരണ ജോലിക്കാർ നിർബന്ധമായും നിയോഗിക്കേണ്ടതാണ്. ഉള്ള ആളുകളെ തന്നെ അവർ മറ്റു പല ജോലികളിലേക്കായി വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട്, MP നിസാർ, കുഞ്ഞുമോൻ ഹാജി, KM ഹബീബ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.